കൊരിന്തി 12-ാം അധ്യായത്തിലുള്ള 9 കൃപാവരങ്ങളെ കുറിച്ച് പഠിച്ചാണ് നാം അവസാനിപ്പിച്ചത്. അവിടെ ഒരു ചെറിയ തിരുത്തൽ പാസ്റ്റർ ബേബി പറഞ്ഞതിന് വരുത്താൻ ആഗ്രഹിക്കുന്നു. ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ, സ്നേഹം വരവല്ല, സ്നേഹം ഫലമാണ്. ശ്രേഷ്ഠവരമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തെ കുറിച്ചല്ല. സ്നേഹമാണ് വരമെന്ന് എങ്ങനെ എഴുതി വെച്ചിരുന്നെങ്കിൽ നമ്മൾ ആരെ സ്നേഹിക്കാതെ നമുക്ക് പറയാമായിരുന്നു, എനിക്ക് ആ വരവില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്? അപ്പോൾ സ്നേഹം വരമല്ല, സ്നേഹം ഫലമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥന വരമല്ല. പ്രാർത്ഥിക്കാൻ വരം തരണമേ എന്നൊക്കെ ആളുകൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. ദൈവം നമ്മുടെ അറിവില്ലായ്മ അങ്ങ് ക്ഷമിക്കുന്നതാണ്. പ്രാർത്ഥന വരം അല്ല. പ്രാർത്ഥന വരമായ പുസ്തകത്തിലെ എല്ലാ വാക്കുകളുടെയും ഗൗരവം മനസ്സിലാക്കുക. പ്രാർത്ഥന വരമാണെന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാത്തവർ പറഞ്ഞേനെ, ഞങ്ങൾക്ക് വരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വരമല്ല, പ്രാർത്ഥന പോരാട്ടമാണ്. ഒരു മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിന്റെ അളവനുസരിച്ച് അയാളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കും. അതാരും നിർബന്ധിക്കേണ്ട. ദൈവവുമായുള്ള അയാളുടെ കൂട്ടായ്മയുടെ ആഴം വർദ്ധിക്കുന്നതനുസരിച്ച് അയാൾ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കും. ഓർക്കുക, പ്രാർത്ഥനയ്ക്ക് പകരം മറ്റൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രം. നമ്മളുടെ ശുശ്രൂഷകളുടെ, നമ്മുടെ സഭാ വളർച്ചയില്ലായ്മയുടെ ഒക്കെ സുപ്രധാനമായ കാരണം നാം പ്രാർത്ഥിക്കുന്നില്ല. നാം പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകുന്നു. കണ്ടിട്ടില്ലേ, പ്രാർത്ഥിക്കുന്ന സെഷൻ ശ്രദ്ധിച്ചാൽ അത് സഭാവ്യത്യാസമില്ലാതെ ഞാൻ കണ്ടിട്ടുള്ളൊരു തമാശയാണ്. പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്ന ആള് എന്താണ് പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച് അങ്ങ് പ്രസംഗിക്കുക ചെയ്യും. പിന്നെ പ്രാർത്ഥിക്കുന്ന ആള് 2 മിനിറ്റ് പ്രാർത്ഥിക്കുക, 10 മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട വിഷയത്തെക്കുറിച്ചുള്ള വിവരണം, 2 മിനിറ്റ് പ്രാർത്ഥന. ഇതൊന്നും ദൈവസന്നിധി ചെലവാകത്തില്ല. പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രമേ. പ്രാർത്ഥന പ്രസംഗമാക്കി മാറ്റരുത്. ഞാൻ നിങ്ങളെ വളരെ സ്നേഹപൂർവ്വം പറയും, നമ്മൾ പലപ്പോഴും പ്രാർത്ഥനകൾ പ്രസംഗങ്ങളാക്കി മാറ്റും. പ്രാർത്ഥനകൾ നേതാക്കന്മാരെ പുകഴ്ത്താനുള്ള അവസരമാക്കി മാറ്റും. ഇതൊക്കെ കൃപാവരമുള്ളൊരു ദൈവദാസനും ദൈവദാസിക്കും വേഗത്തിൽ വിവേചിക്കാൻ കഴിയും. മടങ്ങി വരാം നമ്മുടെ പഠനത്തിലേക്ക്. വളരെ നല്ല ചില ചോദ്യങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു. പാസ്റ്റർ, ഞാൻ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് പഠിച്ചാലോ? ഓക്കെ. അതിൽ പ്രവചനവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളുണ്ട്. അത് പ്രവചനം പഠിപ്പിക്കുമ്പോൾ വിശദമാക്കാം. വളരെ പ്രായോഗികമായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രവാചകന്മാരെ വിളിക്കുന്നത് ശരിയാണ്? അതിൽ തെറ്റെന്താണെന്ന് പറഞ്ഞു തന്നാൽ ശരിയല്ല എന്ന് പറയാനുള്ളത് പറയാം. ഇവിടെ വരുന്ന ഒരു പ്രശ്നം ഇത്രേ ഉള്ളൂ. ഒരാളെ പ്രവാചകൻ എന്ന് കരുതി ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ, പ്രവാചകൻ എന്ന തലക്കെട്ട് കൊടുത്ത് ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ, പ്രവചനം പറയാൻ അയാൾ മാനുഷികമായി നിർബന്ധിതനാകും. എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നവരെല്ലാം പ്രവചനം പ്രതീക്ഷിച്ചാ വന്നിരിക്കുന്നു. കാണാൻ വയ്യ, പ്രവാചകന്മാര് വരുമ്പോ ക്യൂ നിൽക്കുന്നത് ആളുകൾ. അപ്പൊ ഇയാൾ എന്തെങ്കിലുമൊക്കെ വായി വരുന്നതൊക്കെ പറയും. ദൈവാത്മാവ് നൽകിയിട്ടൊന്നും ആകണമെന്നില്ല. ഈ വന്നവരെ മനപ്രയാസപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച്, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഭൂരിപക്ഷം പേരും മാനുഷികമായി ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശുശ്രൂഷകന് തൻ്റെ അക്കൗണ്ടബിലിറ്റി ദൈവത്തോടാണെന്ന് ബോധ്യമുള്ള ഒരാളെ വിളിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ പ്രായോഗികമായ ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ, സഭയുടെ കാര്യം പോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരാളെ
പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നെങ്കിൽ നിങ്ങൾ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സഭാശുശ്രൂഷകനെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അത് നിങ്ങളുടെ പേഴ്സണൽ പ്രയറാണ്. പക്ഷെ നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് സഭയിലെ മറ്റൊരാളെ കൂടെ പങ്കാളിയാകാൻ വിളിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും സഭാശുശ്രൂഷകനെ അറിയിച്ചിരിക്കണം. ഇഷ്ടം പോലെ പെരുമാറാൻ പറ്റുന്ന സ്ഥലമല്ല ദൈവസഭ. നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ കരുതട്ടെ, സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടിൽ ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കാൻ ഒരാളെ വിളിക്കുന്നെങ്കിൽ അത് തെറ്റൊന്നുമല്ല. അത് നിങ്ങൾക്ക് ആരെ വേണേലും വിളിക്കാം. പക്ഷേ നല്ലത് സഭാശുശ്രൂഷകനോട് പറഞ്ഞ് വിളിക്കുന്നതായിരിക്കും ഉചിതം. കാരണം അദ്ദേഹത്തിന് പലരെയും അറിയാം, വിശ്വാസികൾക്ക് പലരെയും അറിയില്ല. അതുകൊണ്ട് വിളിച്ച് അബദ്ധത്തിൽ ചാടുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ഒരാളെ വിളിക്കുന്ന കാര്യമല്ല ഞാൻ പറയും. അപരിചിതനായ ഒരു ശുശ്രൂഷകനെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഉചിതവും പരിജ്ഞാനവും സഭാശുശ്രൂഷകനോട് പറയുന്നതാണ്. പക്ഷേ സഭയിലെ മറ്റൊരാളെ കൂടെ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ വിളിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും സഭാശുശ്രൂഷകനെ അറിയിച്ചിരിക്കണം. സാന്ദർഭികമായി പറഞ്ഞു. ഓർത്തുകൊള്ളുക, ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനം ഇല്ലാത്തവനല്ല. സ്വന്തം ദേശത്തെ പ്രവാചകന്മാരെ ആ ദേശത്തുള്ളവർ വിലമതിക്കത്തില്ല. അതിൽ പരിഭവിക്കരുത്. കർത്താവ് തന്നെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലില്ലേ, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രവാചകനെ കുറിച്ച് ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യമുണ്ട്. എൻ്റെ മനോഭാവത്തെ, എൻ്റെ ആറ്റിറ്റ്യൂഡിനെ മാറ്റിയ മത്തായി 10:41. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. സാധാരണമായൊരു വാക്യമാണ്. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. പിന്നെ ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഇത് ഒരു ലുക്രേറ്റീവ് ബിസിനസ്സാണ്, സ്പിരിച്വാലിറ്റി ബിസിനസ്സാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് സഹോദരിമാർ എന്നോട് പരിഭവിക്കരുത്. സ്ത്രീകളെയാണ് ഇത്തരം ആളുകൾ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കുന്നത്. അതിന് പുസ്തകത്തിൽ വാക്യമുണ്ട്, ബുദ്ധികെട്ട പെണ്ണുങ്ങളെ വശത്താക്കുന്നവർ എന്നാണ് പൗലോസ് പറയുന്നത്. സഹോദരിമാർ ശ്രദ്ധിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ഒരാളോട് ഒറ്റയ്ക്ക് ചോദിക്കാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. ഇതൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചു തരുന്നില്ല. ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലെ ചോദിക്കാൻ ഭർത്താവ് വിശ്വാസി അല്ലെങ്കിൽ എന്ത് ചെയ്യും? പാസ്റ്ററെ, മറ്റൊരു സഹോദരിയോടൊപ്പമേ പോയി ചോദിക്കാവൂ. ഒറ്റയ്ക്ക് സംശയം ചോദിച്ച് കെണിയിൽ വീണ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സാന്ദർഭികമായി പറഞ്ഞതാണ്. വിവാഹാലോചനയ്ക്ക് പ്രവാചകന്മാരോട് ആലോചന ചോദിക്കുന്നത് ശരിയാണോ? അവരവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. കണ്ടെത്തേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞാൽ സേവിയർ ജെയിംസ് പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഒരാളെ പ്രേമിച്ച് കണ്ടുപിടിക്കാം എന്നല്ല അതിൻ്റെ അർത്ഥം. കാമുകിയായവളോ ചത്തവൾ എന്നാണ് വേദപുസ്തകം പറയുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു കാരണവശാലും പ്രേമബന്ധങ്ങളിൽ വീഴാൻ ദൈവവചനം അനുവദിക്കുന്നില്ല.
അത് ലസ്റ്റാണ്, ജഡമാണ്. അത് നിങ്ങളുടെ കണ്ണ് അടപ്പിക്കും. ഷേക്സ്പിയറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെയിൻ ഗ്ലോറിയസ് ലൗട്ട് എന്നാണ് ഉപയോഗിക്കുന്നത്. കണ്ണടച്ചു, യഥാർത്ഥ സ്ഥിതി മനസ്സിലാകത്തില്ല. ചിന്തയിലേക്ക് മടങ്ങി വരാം. അവരവരാണ് പ്രാർത്ഥിച്ച് തീരുമാനത്തിലെത്തേണ്ടത് എൻ്റെ ജീവിത പങ്കാളി ആരായിരിക്കും. മാതാപിതാക്കൾക്കും സഭാ ശുശ്രൂഷകനും പ്രവാചകനും ഒക്കെ നമ്മെ ഗൈഡ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഈ വിവാഹാലോചന നിങ്ങൾക്ക് ഹിതമാണ് എന്ന് മറ്റൊരാൾക്ക് പറയാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ അനുഭവവും എൻ്റെ അഭിപ്രായവും എൻ്റെ ആശയവും പഠിപ്പിക്കേണ്ട സ്ഥലമല്ല ദൈവസഭ. വേദപുസ്തകം എന്തു പറയുന്നു എന്നത് പഠിപ്പിക്കേണ്ട സ്ഥലമാണ് ദൈവസഭ. അതിനെക്കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന ശ്രദ്ധേയമായ വാക്യം 1 തെസ്സലോനിക്ക 4:5-6 വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഇക്കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. I can tell you hundreds of stories ഈ ചതി എന്ന വാക്കിനകത്ത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കുക, ഒരാളെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് ദൈവഹിതം അന്വേഷിച്ച് കല്യാണം കഴിക്കാനൊന്നും പുസ്തകത്തിൽ പ്രമാണമില്ല. പിന്നെ ഇതെല്ലാം നമ്മുടെ ആചാരങ്ങളാണ്. തന്നെത്താൻ പ്രാർത്ഥിച്ചാൽ കൃത്യമായി ആലോചന പറഞ്ഞു തരുന്ന ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്ന, നമ്മോട് കൃത്യമായി സംസാരിക്കുന്ന, നമ്മോട് ക്ലിയറായി സംസാരിക്കുന്ന. ഞാൻ സ്ഥിരം പറയുന്ന ഒരു വാചകമാണ്, ഹോളി സ്പിരിറ്റ് സ്പീക്സ് ക്ലിയർലി, ഹോളി സ്പിരിറ്റ് സ്പീക്സ് സ്പെസിഫിക്കലി, ഹോളി സ്പിരിറ്റ് സ്പീക്സ് പേഴ്സണലി. ഉപദേശിക്ക് വലിയ ഹാലോ ഒന്നും കൊടുക്കണ്ട, ഉപദേശിയുടെ തലയ്ക്ക് ചുറ്റും വെളിച്ചമൊന്നും വരച്ചു വെക്കണ്ട. ഉപദേശി നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനാണ്. 10 ഉപദേശിമാരോട് വിവാഹാലോചനയെ കുറിച്ച് ദൂത് ചോദിച്ച 10 തരത്തിൽ പറയും. പിള്ളേർ കൺഫ്യൂഷനിലാണ്. അതിന്റെ കാരണം പുസ്തകത്തിൽ ഇല്ലാത്തത് ചെയ്യുന്നത് കൊണ്ടാണ്. പോട്ടെ, വേറൊരു ചോദ്യം, വളരെ രസകരമായ ചോദ്യം. കൈവിഷം അയൽവാസി ശുദ്രം ചെയ്തതാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നോർത്ത് കരോളിനയിലെ ചർച്ച് ഓഫ് ഗോഡിൽ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്നൊരു സീരീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നാളെ 3ാമത്തെ ക്ലാസ്സാണ്. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് ഇന്ത്യൻ സമയം. അവിടെ വളരെ പ്രധാനമായ ഒരു കാര്യം അതിനോട് ബന്ധപ്പെടുത്തി പറയാം. കൈവശത്തിനും ശുദ്രത്തിനും ആഭിചാരത്തിനും എല്ലാം ശക്തിയുണ്ട്. എല്ലാ ദൈവങ്ങൾക്കും അവരവരുടേതായ ശക്തിയുണ്ട്. അത് നാം നിഷേധിക്കാൻ പാടില്ല. ഇരുട്ടിന്റെ അധികാരം, വാഴ്ചകൾ, അധികാരങ്ങൾ, ലോകത്തിന്റെ ആധിപത്യങ്ങൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ, നാളെ അതിനെക്കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അവർക്കൊക്കെ അതിനുള്ള അവരുടെ ശക്തിയൊക്കെ ഉണ്ട്. പക്ഷേ നാം സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. എൻ്റെ ഭാഷയിൽ പറയാം, എൻ്റെ വീട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദി വന്ന് എനിക്കെതിരെ ക്ഷുദ്രം ചെയ്താലും എനിക്ക് ഒന്നും ഭവിക്കില്ല. കാരണം ഞാൻ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെ ആണ് എന്ന ബോധ്യം എൻ്റെ അകത്തുണ്ട്. ബാലിന്റെ 450 പ്രവാചകന്മാർ ഒരു വശത്ത്, അശേരയുടെ 400 പ്രവാചകന്മാർ ഒരു വശത്ത്, ആഹാബും സൈന്യവും മറുവശത്ത്. അതിന്റെ നടുവിൽ ഒറ്റയ്ക്കൊരു മനുഷ്യൻ, ആയുധബലമില്ലാതെ, സൈന്യബലമില്ലാതെ, ധനബലമില്ലാതെ ഒറ്റയ്ക്ക് നിന്നത് നിങ്ങൾ തിരുവെഴുത്തിൽ കാണുന്നില്ലേ? എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവമെന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ധിക്കാരത്തോടെ പറഞ്ഞ ഏലിയാവിന്റെ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്.
None can touch you, my friend. ഒന്നിനും നിന്നെ തൊടാൻ പോലും പറ്റത്തില്ല. രക്തത്താൽ ജയം. ഈ ബോധ്യമില്ലാത്തവരാണ് ഇതിനകത്തൊക്കെ വിശ്വസിക്കുന്നത്. ഇനി പ്രാർത്ഥിച്ച് ഇങ്ങനെയുള്ള ദൂതൊക്കെ ആരെങ്കിലും പറയാൻ പാടില്ലെന്നൊന്നുമില്ല. ഞാൻ എടുത്തിട്ടുണ്ട് പ്രാർത്ഥിച്ച്. ബാക്കി വേറെ ആരുടെയും കാര്യം പറയണ്ട. ഞാൻ എടുത്തിട്ടുണ്ട് പ്രാർത്ഥിച്ചൊരു വീട്ടിൽ ചെന്ന് വർഷങ്ങൾക്ക് മുമ്പ്. ഒരാൾ നിങ്ങളോട് നിങ്ങൾക്ക് ക്ഷുദ്രം ചെയ്തതാണ് എന്ന് എനിക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അശുദ്രത്തിന്റെ ശക്തി എടുത്തു മാറ്റേണ്ട ഉത്തരവാദിത്വം ആ ആൾക്കാണ്. ഞാൻ ആവർത്തിക്കുന്നു. ക്ഷുദ്രം ചെയ്തതാണ്, കൈവശം ചെയ്തതാണ്, ആഭിചാരം ചെയ്തതാണ്, മന്ത്രവാദം ചെയ്തെന്ന് എനിക്ക് വെളിപ്പെട്ടു എന്നൊരാൾ പറഞ്ഞ ഉടനെ പറയണം, ഉപദേശിയെങ്കിൽ അതെടുത്ത് കളാം, അതെടുത്ത് മാറ്റാം. എന്നല്ലാതെ വായി വരുന്നതൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ദൈവമക്കളെ പറ്റിച്ച് പേടിപ്പിച്ച് വയറ്റിപ്പഴപ്പുമായി നടക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സംഘത്തിലുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ഒരാൾക്ക് ഒന്ന് വെളിപ്പെട്ടാൽ അത് എടുത്തു മാറ്റേണ്ട ഉത്തരവാദിത്വം അയാൾക്ക് തന്നെയാണ്. അത്രയും മാത്രം നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. പൊതുസ്ഥലങ്ങൾ, ദാറ്റ്സ് ഓൾസോ നല്ല ചോദ്യങ്ങളാണ്, ഐ അപ്രീഷിയേറ്റ്. പൊതുസ്ഥലങ്ങളിൽ അന്യഭാഷ പറയുന്നത് യോഗ്യമാണ്? നല്ല ചോദ്യമാണ്. ഇത് വളരെ പ്രായോഗികമായ ചോദ്യമാണ്. എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഈ പുസ്തകത്തിൽ ഒരു ഫണ്ടമെന്റൽ ആയൊരു തത്വമുണ്ട്. ദൈവം മോട്ടീവ് ആണ് നോക്കുന്നത്, ഉദ്ദേശമാണ് നോക്കുന്നത്, പ്രവൃത്തിയല്ല. പ്രവൃത്തി എന്തിനു വേണ്ടി ചെയ്യുന്നു? ഞാൻ ഇപ്പോഴത്തെ ഈ ലൈവ് വർഷിപ്പ് പ്രോഗ്രാം, വർഷിപ്പ് ലീഡർ എന്നൊക്കെ പറഞ്ഞ ചരക്കുകളുണ്ടല്ലോ, അതൊന്നും വേദപുസ്തകത്തിൽ ഇല്ലാത്ത സാധനം. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. വേറൊരു പരിപാടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നെൻ്റെ ഭാര്യയോട് പറയായിരുന്നു, ഉപദേശിയും ഭാര്യയും കൊണ്ടിരുന്ന പ്രസംഗം. എവിടാ വേദപുസ്തകത്തിൽ വാക്യം? ഭാര്യയെ ശുശ്രൂഷയ്ക്ക് വിളിച്ച നിങ്ങളെയല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ ഭാര്യയെ കാഴ്ച വസ്തുവായിട്ട് കൊണ്ട് അടുത്തിരുത്തുന്നേ? The scripture does not allow that. വേദപുസ്തകം അനുവദിക്കുന്നില്ല ഇതൊന്നും. നമുക്ക് തോന്നുന്ന കണക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്യണം, ദൈവസഭയിൽ ചെയ്യാൻ പാടില്ല. ഏതോ ഒരുത്തൻ അങ്ങനെ കാണിച്ചു, ഇപ്പൊ ബാക്കി എല്ലാരും കാണിക്കണം. ഗൗരവം മനസ്സിലാക്കണം. ഇത് ദൈവസഭയാണ്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ വാചകം ആവർത്തിക്കാം. You are not in a cruise ship, you are in a battleship. നിങ്ങളൊരു വിനോദ കപ്പലിലല്ല, നിങ്ങളൊരു യുദ്ധക്കപ്പലിലാണ്. നിങ്ങൾക്കും എനിക്കും ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ ഈ പുസ്തകം അനുവദിക്കുന്നില്ല. സഭ ദൈവത്തിൻ്റെതാണ്. നാം നമ്മുടെ പടയാളികൾ അല്ല, ദൈവത്തിന്റെ പടയാളികളാണ്. എന്തും ഏതും കാണിക്കാവുന്ന ചന്തസ്ഥലമാക്കി ദൈവസഭയെ നാം മാറ്റി. ഓഫീസിൽ കൃത്യസമയത്ത് ആളുകൾ ചെല്ലും, സഭായോഗത്തിന് തോന്നുമ്പോ കയറി വരും. ഉപദേശിക്ക് ചോദിക്കാൻ അവകാശമില്ല. സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ആത്മഭാരം കൊണ്ടും എൻ്റെ രോക്ഷം കൊണ്ടും. പൊതുസ്ഥലങ്ങളിൽ അന്യഭാഷ പറയാമോ? എൻ്റെ ഒരു അനുഭവം, ഞാൻ കുറച്ച് പരിജ്ഞാനത്തോടെ ശുശ്രൂഷിക്കണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരു ദൈവദാസൻ. ഇപ്പൊ എവിടെ അന്യഭാഷ പറയരുത്, എവിടെ അന്യഭാഷ പറയണമെന്നൊക്കെ ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു കത്തോലിക്ക വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയാൽ യേശു എന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ ഈശോ എന്നേ പ്രാർത്ഥിക്കും. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അവരുമായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ മനസ്സുമായിട്ടൊന്ന് ഇണങ്ങാൻ വേണ്ടി. ഇപ്പം കത്തോലിക്കര് യേശു എന്ന് പറയുന്നുണ്ട്, പണ്ട് പറയുമായിരുന്നില്ല. ഒരു വീട്ടിൽ എന്നെ ഉണ്ണാൻ ക്ഷണിച്ചു. എനിക്ക് അവിടെ പോകാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ആ സഭാ ശുശ്രൂഷകന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ വീട്ടിൽ ഉണ്ണാൻ പോയി. എനിക്കറിയാം ഇത് നിയോഗമല്ല,
ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് കയറുകയാണ്. നിങ്ങൾക്കൊരു വീട്ടിലേക്ക് ചെന്ന് കയറുകയാണ്. അപ്പൊ എനിക്ക് വളരെ നിർബന്ധമാണ്, എൻ്റെ പെരുമാറ്റം വളരെ മാന്യമായിരിക്കണം, വളരെ നിർബന്ധമാണ്. ഐ ഷുഡ് ബി വെരി ഡീസൻറ്റ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷമായി ശുശ്രൂഷിക്കുന്നു. ഒരു പട്ടണത്തിൽ ചെന്നാൽ പാർത്ത ഭവനങ്ങൾ തന്നെ നിർബന്ധമായും ക്ഷണിക്കും അവിടെ താമസിക്കാൻ. ശുശ്രൂഷിക്കുന്ന സഭകൾ തന്നെ വീണ്ടും വീണ്ടും ശുശ്രൂഷിക്കാൻ ക്ഷണിക്കും. അതിൻ്റെ കാരണം നാം അത്ര മാന്യമായി ഇടപെട്ടു എന്നതുകൊണ്ടാണ്. മടങ്ങി വരായി കഥയിലേക്ക്. ഈ വീടിനകത്തേക്ക് ഞാൻ ചെന്ന് കയറുകയും ഞാൻ ആത്മാവിലായി. അന്യഭാഷ, ഭയങ്കര ശബ്ദത്തിൽ അന്യഭാഷ പറയാൻ തുടങ്ങി. എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം എൻ്റെ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിച്ചു. അതിന് തുടർന്നുള്ള സംഭവങ്ങളൊക്കെ വലിയ നാടകീയമാണ്, ഞാനത് പറയുന്നില്ല. ഞാൻ പറയാൻ വന്നത്, യുവർ മോട്ടീവ്, യുവർ ഇന്റൻഷൻ ഡിസൈഡ്സ്. ഓർത്തിരിക്കുക. ഇന്നത്തെ വർഷിപ്പ് ലീഡർമാരുടെ അന്യഭാഷയൊക്കെ ദൈവാത്മാവുള്ളവർക്ക് കൃത്യമായി മനസ്സിലാകും. ഭൂരിപക്ഷവും അഭിനയമാണ്, നാടകമാണ്. മനസ്സിലായോ? അവന്റെ ജീവിതം നോക്കണം. അഹങ്കാരമാണ് കൈമുതൽ. അപ്പൊ അഹങ്കാരവും അന്യഭാഷയായിട്ട് എന്ത് ബന്ധം? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നു. He becomes a better Christian. പോട്ടെ. അപ്പം ഓർക്കുക, ഐസയ 11:2, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. 1 Corinthians 14:39, സകലവും ഉചിതവും ക്രമവും ആയി നടക്കട്ടെ. ഇംഗ്ലീഷിൽ അത് മനോഹരമാണ്. എവറിത്തിങ് ഷുഡ് ബി ഡീസന്റ് ആൻഡ് ഇൻ ഓർഡർ. IBCയുടെ സ്ഥാപകരിൽ ഒരാളായ പാസ്റ്റർ K. എബ്രഹാം, ഉണ്ണുണ്ണിസാർ എന്ന് പറയും. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു. അസാധാരണനായ ഒരു ദൈവമനുഷ്യനായിരുന്നു എന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു അത്രേ, സഹോദരിമാരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് നൃത്തം ചെയ്യാം, നിങ്ങൾക്ക് ആരാധിക്കാം, നിങ്ങൾക്ക് ശബ്ദമുണ്ടാക്കാം. പക്ഷേ നിങ്ങളുടെ തലയിൽ നിന്ന് മൂടുപടം പോയാൽ ആ നിമിഷം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും. അല്ലാതെ ആണുങ്ങളുടെ മുമ്പിൽ മലന്ന് വീണ് ചുരിദാറിന്റെ ഷാളും തെറിച്ചു പോയി, അതൊന്നും പരിശുദ്ധാത്മാവല്ല. അതൊന്നും പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെല്ലാം മാന്യമായിരിക്കും. കാരണം പരിശുദ്ധാത്മാവാണ്. ഓർത്തിരിക്കുക പ്രിയപ്പെട്ട സഹോദരിമാർ, ശ്രദ്ധിക്കണം ഇതൊക്കെ. എൻ്റെ ഭാര്യ മറ്റു പുരുഷന്മാരുടെ മുമ്പിൽ ഒരു പൊതുസ്ഥലത്ത് മലന്ന് വീഴാൻ ഞാൻ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം ഇഷ്ടപ്പെടുന്നു. അപ്പൊ എന്തെങ്കിലും കോപ്രായം കാണിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. എത്ര പരിഹാസ്യമായി ദൈവസഭ ഈ അന്യഭാഷയിനി ആരാധനയുടെ നാടകം കളിയും നമ്മെ എത്രമാത്രം ലോകത്തിന്റെ മുമ്പിൽ അപമാനിതരാക്കി തീർത്തു. ഓർത്തുകൊള്ളുക, പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെല്ലാം മാന്യമായിരിക്കും, ചന്തമായിരിക്കും. എന്നെ കഴിഞ്ഞ ദിവസം 92 വയസ്സുള്ള ഒരു മനുഷ്യൻ വിളിച്ചു. ഒരു ബ്രാഹ്മണൻ, മണിക്കൂറുകൾ രാവിലെയും വൈകിട്ടും തൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ. എൻ്റെ ഒരു ഉദ്യോഗസ്ഥന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ അച്ഛനാണ്. മൂവാറ്റുപുഴയെന്ന് വിളിക്കുക, ചെവിയൊന്നും കേൾക്കാൻ വയ്യ. അദ്ദേഹം പറഞ്ഞൊരു വാചകം, സേവിയർ ജെയിംസ്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ദൈവ വിളി എന്ന് തോന്നുന്നു. ഞാൻ മാറി കുത്തിയിരുന്ന് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, let people know that you are serving a living God. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ ഗ്രഹിക്കട്ടെ. ഇനിയും കുറെ ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സോടുകൂടി ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ദൈവത്തിന് സ്തോത്രം. 9
കൃപാവരങ്ങളിൽ നിന്ന് 10ാമത്തെ കൃപാവരത്തിലേക്ക് നാം കയറുകയാണ്. എടുക്കാം, എല്ലാവരും എടുത്താട്ടെ. റോമാലേഖനം 12ാം അധ്യായം. റോമാലേഖനം വായിക്കാൻ കുട്ടിയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കും. റോമാലേഖനം 12ാം അധ്യായം 6ാം വാക്യം മുതൽ. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, ആ വാക്കുകളുടെയൊക്കെ ഉപയോഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. മുകളിൽ പറയുന്ന എല്ലാവരും തമ്മിൽ ഒരേ അവയവമാണ്. 5ാം വാക്യം എന്നിട്ട് പറയാണ്, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ. അർത്ഥം, ഞാനൊരു കൃപാവരം എക്സസൈസ് ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ട് അല്ല. ഞാൻ പെന്തക്കോസ് ഇത്രയും കൊല്ലമായില്ലേ. പെന്തക്കോസിൽ ആളുകളൊക്കെ പറയുന്ന ശുദ്ധ അബദ്ധങ്ങൾ കേട്ട് എൻ്റെ ഉള്ളിൽ ചീ വരും. ഉദാഹരണം, ഞാൻ പ്രാർത്ഥിച്ചു പ്രാപിച്ചതാണ്, ഞാൻ ഉപവസിച്ച് പ്രാപിച്ചതാണ് ഈ കൃപാവരം എന്നെല്ലാം ആളുകൾ വീമ്പിളക്കുന്നത് കേൾക്കാം. അത് പുസ്തകം അറിയാൻ വയ്യാത്തതുകൊണ്ട്. ആർക്കും കൃപാവരം സ്വന്തം അധ്വാനം കൊണ്ടോ സ്വന്തം പ്രാർത്ഥനയുടെ വർധനവ് കൊണ്ടോ ഉപവാസം കൂടിയത് കൊണ്ടോ കിട്ടുന്നതല്ല, ലഭിച്ചതാണ്. ഇറ്റ് ഈസ് ബൈ ഹിസ് ഗ്രേസ്. ലഭിച്ചതാണ്. എന്നിട്ട് പറയുന്നു, വെവ്വേറെ വരമുണ്ട്. വെവ്വേറെ വരമുള്ളത് കൊണ്ട് ഒന്നാമത് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. ഇപ്പൊ പ്രവചനം എന്നും വരം നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. കാരണം 1 കൊരിന്ത്യർ 12ാം അധ്യായത്തിൽ പ്രവചനം ഓൾറെഡി പഠിച്ചതാണ്. പക്ഷേ പ്രവചനത്തിൽ മറ്റു ഒരു കൃപാവരത്തിലും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പ്രയോഗം പ്രവചനത്തെ കുറിച്ചുണ്ട്. അത് ശ്രദ്ധേയമാണ്. പ്രവചനം എങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ പ്രവചനം പറയുക എന്ന് പറയുന്നത് ഒരു ടെൻഷനുള്ള പരിപാടിയാണ്. വിശ്വസ്തയോടെ ചെയ്യുന്നവർ. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് ഞാൻ അമേരിക്കയിൽ പോയത് 1997 അന്ന് ഞങ്ങൾ പൂനായിൽ പാർക്ക് ഒരു മിഷണറി കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ ഞാൻ അന്ന് ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത ഒരു മിഷൻ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്ത് വന്നതാണ് ഇന്ത്യനായി. അത് കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്നവർ പറഞ്ഞത് എനിക്കുള്ള യോഗങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ചെയ്തിരുന്നില്ല. പോട്ടെ, അതെല്ലാം വലിയ കഥകളാണ്. ഇപ്പൊ പൂനായിലായിരുന്നുകൊണ്ട് IPCയുടെ മഹാരാഷ്ട്ര റീജിയന്റെ പ്രസിഡന്റ് അന്ന് ന്യൂയോർക്കിൽ ശുശ്രൂഷയിലായിരുന്ന പാസ്റ്റർ KV കുര്യനാണ്. ഞാൻ ഒത്തിരി ബഹുമാനിച്ച ഒരു അസാധാരണ ദൈവമനുഷ്യനായിരുന്നു. അപ്പൊ ഞാൻ പൂനായിൽ നിന്ന് വന്നതായതുകൊണ്ട് പൂനായിലുള്ള ഒരു പാസ്റ്റർ ഞാൻ വരുന്നുണ്ടെന്ന് കുര്യച്ചായനെ വിളിച്ചു പറഞ്ഞു. എന്നോട് പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ കുര്യച്ചായനെ വിളിക്കണം. ഞാൻ കുര്യച്ചായനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ബ്രദർ ന്യൂയോർക്കിൽ വരുമ്പോൾ നമ്മുടെ ചർച്ചിൽ 3 ദിവസം മീറ്റിംഗ് വെക്കാം. വലിയ ചർച്ച, അന്നത്തെ മലയാളികളുടെ ഏറ്റവും വലിയ ചർച്ചകളിൽ ഒന്നാണ്. വെള്ളിയാഴ്ച മീറ്റിംഗ് കഴിഞ്ഞു, ശനിയാഴ്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞു, ഞായറാഴ്ച സഭായോഗത്തിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ നിന്റെ സന്ദേശത്തിൽ ഇങ്ങനെ പറയണം, അയോഗ്യമായി കർത്താവിൻ്റെ മേശയിൽ കൈനീട്ടുന്നവർ ഈ ആലയത്തിലുണ്ട്, അപകടമാണ്, മാനസാന്തരപ്പെടണം. ഞാൻ 97 എന്ന് പറയുമ്പോൾ എത്ര കൊല്ലം മുമ്പ്, ഞാൻ ചെറുപ്പക്കാരനാണ്, പരിജ്ഞാനവും കുറവാണ്. എൻ്റെ മനസ്സിൽ വലിയൊരു യുദ്ധം നടന്നു. എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള, ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ശുശ്രൂഷ ആരംഭിച്ച, ശുശ്രൂഷയിൽ തികഞ്ഞ പുരുഷത്വമുള്ള ഈ വലിയ ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഞാൻ ഇങ്ങനൊരു ദൂത് പറഞ്ഞാൽ
എന്തായിരിക്കും വരാൻ പോകുന്ന പ്രതികരണം? ഐ വാസ് റിയലി സ്ട്രഗ്ലിംഗ്. പക്ഷെ ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാനാണ് ആവശ്യപ്പെടുന്നത്. ഡു യു വാണ്ട് ടു ഒബേ മീ? അതുകൊണ്ട് തന്നെ മെസ്സേജിൽ ഞാൻ ആ ദൂത് വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇരുന്നത് എൻ്റെ കാല് വിറക്കിയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ടെൻഷൻ മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ ആയിരിക്കും യോഗം കഴിഞ്ഞ് പാസ്റ്റർ പ്രതികരിക്കാൻ പോകണമെന്നും എനിക്കറിയത്തില്ല. മറ്റൊരു കാര്യം, ഞാൻ വളരെ അപരിചിതനാണ് ആ സ്ഥലത്ത്. ആ മനുഷ്യൻ, ആ ദേവദാസനെ മറക്കില്ല എൻ്റെ ജീവിതത്തിൽ. സഭായം കഴിഞ്ഞു. കുര്യച്ചായൻ എനിക്ക് കൈനീട്ടി, എനിക്ക് ഷെയ്ക്കാൻ തന്നു. എന്നിട്ട് പറഞ്ഞു, ബ്രദർ, യു ഹാവ് എ ഫ്യൂച്ചർ. എന്നിട്ട് പറഞ്ഞു, നീ രാജ്യത്ത് എന്ന് വന്നാലും എൻ്റെ ചർച്ചിൽ കുറഞ്ഞത് ഒരാഴ്ചത്തെ യോഗത്തിൽ ശുശ്രൂഷിക്കണം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് ഞാനൊരു ദൂത് പറയാം. ദൈവം ഏൽപ്പിക്കുന്ന അരുളപ്പാട് പറഞ്ഞാൽ ശുശ്രൂഷ തടയപ്പെടുകയല്ല, ശുശ്രൂഷയുടെ വാതിൽ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം എൻ്റെ അകത്ത് എന്നോട് ദൈവാത്മാവ് പറയുന്ന ആലോചനയെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ പറയാൻ എനിക്ക് കഴിയണം. എനിക്കറിയാം പല സഹോദരിമാർക്ക് പ്രത്യേകിച്ച് പ്രവചന വരം കർത്താവ് നൽകുന്നത് പൊതുവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പേടിച്ചിട്ട് അവർ അത് ഉപയോഗിക്കത്തില്ല. വിശ്വാസമില്ലാന്ന് ചുരുക്കം പറഞ്ഞാൽ. ഇത് ഓൾവേസ് യു വിൽ ഗെറ്റ് റിജക്ഷൻ. അത് പേടിച്ചിട്ട് മിണ്ടാതിരിക്കും. ഓർത്തുകൊള്ളുക, പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അടുത്ത നോക്കൂ, 10ാമത്തെ വരം തുടങ്ങുകയാണ്. 10ാമത്തെ വരം ശുശ്രൂഷ എങ്കിൽ. കണ്ടോ നിങ്ങൾ വാക്യം? ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ. ശുശ്രൂഷ എന്ന ഈ പദത്തിന് വളരെ വിപുലമായ അർത്ഥമുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന പോലെ പാസ്റ്റർ ആകുക എന്നല്ല വാക്കിന്റെ അർത്ഥം. ഞാൻ ശുശ്രൂഷയിലാണ് എന്ന ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം ഞാൻ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്, ഞാൻ സഭാ ശുശ്രൂഷയാണ്. ആ അർത്ഥം അല്ല ഇത്. എനി ടൈപ്പ് ഓഫ് സർവീസ് ദാറ്റ് യു ഡു ഫോർ അതേഴ്സ്. ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാനുള്ള മനസ്സുള്ളവൻ. ഞാൻ കഴിഞ്ഞ എൻ്റെ യാത്രയിൽ ഒർലാൻഡോ IPCയിൽ ഒരാഴ്ചത്തെ മീറ്റിംഗ് പോയി. അവിടുത്തെ പാസ്റ്റർ എന്നെ ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ശുശ്രൂഷ മനോഭാവമുള്ള ഒരു സഹോദരനെ ഞാൻ കണ്ടിട്ടില്ല പാസ്റ്ററെ. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷിക്കാൻ മനസ്സുള്ളവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തീരെ കുറവാണ്. എല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ആരാണ് വലിയത് എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഞാനാണോ വലുത്, നീയാണോ വലുത്? താഴെ ഒരു കഷ്ണം കടലാസ് കിടന്നാൽ എടുക്കത്തില്ല. ദയവ് ഇത് മനസ്സിലാക്കുക, അത് കൃപാപരമാണ്. 11ാമത്തത് ഉപദേശിക്കുന്നവൻ എങ്കിൽ ഉപദേശത്തിൽ. എന്തിനാ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവൻ എങ്കിൽ ഉപദേശത്തിൽ. എന്തിനാണ് അങ്ങനെ എഴുതിയത്? അതിൻ്റെ അർത്ഥം ഫോക്കസ് ഓൺ ദ ഗിഫ്റ്റ് ദാറ്റ് ഈസ് ഗിവൺ ടു യു. നിനക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ തിരിച്ചറിഞ്ഞ് അതിനെ ഫോക്കസ് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം എൻ്റെ ഒരു വിളി എന്ന് പറയുന്നത് ടീച്ചറാണ്. എനിക്ക് അതോടൊപ്പം മറ്റ് കൃപാവരങ്ങൾ എക്സസൈസ് ചെയ്യാൻ ദൈവം അനുവദിച്ചേക്കാം. പക്ഷേ എൻ്റെ ഫോക്കസ് ഉപദേശമായിരിക്കും. നമുക്ക് വരുന്ന കുഴപ്പം, നമ്മൾ എല്ലാത്തിനകത്തും പോയി കൈയിടും. എവിടെയാണോ ഞാൻ അംഗീകരിക്കപ്പെടുന്നത് അവിടെ ഞാൻ നിൽക്കും. ചെയ്യരുത്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്, കുറച്ച് ദിവസം ഒന്ന് പ്രസംഗിക്കാതെ.
ഞാനൊരു പുസ്തകം എഴുതാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, പൂർത്തീകരിക്കാൻ കഴിയാതെ. പ്രസംഗം കുറച്ച് നാളത്തേക്ക് നിർത്തിയാൽ എന്താണ് ഇന്ന് എന്നെ കരോളിനയിലെ പാസ്റ്റർ വിളിച്ച് ചോദിച്ചു, 21 ദിവസം പ്രസംഗിക്കാവോ, ക്ലാസ് എടുക്കാവോ? ഐ എം പ്രേയിങ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടടുത്ത് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ മറന്നുപോകരുത്, നിങ്ങൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ. യു കനോട്ട് ഇൻഡൾജ് ഇൻ എവറിത്തിങ്. എല്ലാത്തിനകത്തും പോയി പെട്ട് ഒന്നുമില്ലാത്തവരായി നാം മാറരുത്. ഉപദേശിക്കുന്നുവെങ്കിൽ ഉപദേശത്തിൽ, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. അടുത്ത വാക്ക് നോക്കിക്കേ. എന്തിയാ കുട്ടി ഇവിടെ ഇല്ലേ? പ്രബോധിപ്പിക്കുന്നുവെങ്കിൽ പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ. ഈ പ്രബോധനം എത്രാമത്തെ കൃപാവരമാണിത്? 12ാമത്തെ കൃപാവരം. ഈ പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. നമുക്ക് ഈ ഒരു ജാർഗൻസ് ഉണ്ട്, പഴയ ആരെങ്കിലും ഒക്കെ കാണിച്ചു തന്നത്, പറഞ്ഞു തന്നത്, അതുപോലെ നമ്മൾ തലയിലാക്കി വെച്ചേക്കുക. നമ്മൾ നോക്കണം, ഇങ്ങനെ തന്നെയാണോ പുസ്തകം പറയുന്നത്. നമ്മുടെ ഇടയിൽ പ്രബോധനം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്, മെയിൻ പ്രസംഗം പാസ്റ്റർ പറയും, മൂപ്പന്മാര് പ്രബോധനം പറയും എന്ന് പറഞ്ഞാൽ 5 മിനിറ്റുള്ള കൊച്ചു സന്ദേശത്തെയാണ് നമ്മൾ പ്രബോധനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം അല്ലവേ അല്ല. പ്രബോധനം എന്നത് ഇവിടെ അർത്ഥമാക്കുന്നത് ഗിഫ്റ്റ് ഓഫ് എൻകറേജ്മെന്റ്. ഞാൻ മനസ്സ് വിഷമിച്ചിരിക്കുക, സഹകരിച്ചായും വന്നിച്ച് എന്നോട് പറയാ, പാസ്റ്ററെ സാരമില്ല, ദൈവം സഹായിക്കും. അതിൻ്റെ പേരാണ് പ്രബോധനം, എൻകറേജിങ്. ചില ആളുകളെ കണ്ടാൽ തന്നെ നമുക്ക് വലിയ സന്തോഷം അല്ലേ, മനോവേഷമൊന്ന് മാറും. പക്ഷെ ചിലരെ കാണുമ്പോൾ നമ്മുടെ ആധി കൂടും. എൻ്റെ കർത്താവെ, നാളെ എന്തുമായിരിക്കും പറഞ്ഞുണ്ടാക്കാൻ പോണേ? എൻ്റെ സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ 2022 ഫസ്റ്റ് മൺഡേ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് നന്മയായിരിക്കണം. എൻ്റെ ഒരു വാക്കുകൊണ്ട് ബന്ധങ്ങൾ മുറിയരുത്. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ചില സാധനങ്ങളുണ്ട്, അതുങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ വീട്ടിൽ വഴക്കായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ കുത്തിവെച്ചും പോകും. അവോയ്ഡ് സച്ച് പീപ്പിൾ. You have only one life. ഞാൻ ഇന്ന് രാത്രി വളരെ വളരെ സ്നേഹബുദ്ധിയ ആത്മീയ അധികാരത്തോടെ പറയുന്നു, ജീവിതങ്ങളെ കലക്കുന്നവരാകരുത്, നാം പണിയുന്നവരാകണം. ശുശ്രൂഷകർ മനുഷ്യരെ മുറിച്ചു കളയുന്നവരാകരുത്, മനുഷ്യരെ പണിയുന്നവരാകണം. മറക്കരുത്. പ്രബോധിപ്പിക്കുക. 13 ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. വാക്കുകളൊക്കെ ദാനം എന്ന് എഴുതിയാൽ പോരായിരുന്നു. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ എന്ന് എഴുതിയിരിക്കുന്നത് എന്താ? നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം കേരളത്തിലെ ദൈവമില്ലാത്ത ഭരണാധികാരി, ബൈബിൾ അറിയാത്ത ഭരണാധികാരി പിണറായി വിജയൻ ഒരു സർക്കുലർ അടിച്ചിറക്കി. വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന്. എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, ഞാനത് സൂക്ഷിച്ചു വെച്ചു. എന്താണെന്നറിയാമോ? സ്കൂളുകളിൽ ദരിദ്രരായ കുട്ടികൾക്ക് സഹായം ചെയ്യുന്നത് പരസ്യമായി ചെയ്യരുത്, അവരെ അപമാനിക്കരുത്. ഞാൻ കഴിഞ്ഞ 10-20 കൊല്ലമായി പെന്തക്കോസുകാരോട് പ്രസംഗിക്കുന്നതാണിത്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ദൈവവചനം പറയുന്നത്. എളിയവനെ അപമാനിക്കുന്നവനല്ല. വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുത് എന്നാണ് വേദപുസ്തകത്തിന്റെ പ്രമാണം.
എനിക്കൊരു പ്രിയപ്പെട്ട സഹോദരനുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദോഹയിൽ ഒരു ഉണർവ് യോഗത്തിന് പ്രസംഗിക്കാൻ പോയപ്പോൾ തൻ്റെ വീട്ടിലാണ് ചർച്ച് എനിക്ക് താമസം ഒരുക്കിയത്. ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു വാചകം എനിക്ക് മറക്കാൻ കഴിയില്ല. പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കിടാനൊരു നല്ല നിക്കർ ഉണ്ടായിരുന്നില്ല, ഷർട്ട് ഉണ്ടായിരുന്നില്ല. സഭയിലുള്ള ആളുകൾ തന്നതാണ് ഞാനിട്ട ഷർട്ടും നിക്കറും ഒക്കെ. പക്ഷെ അതെല്ലാം പൊതുവിൽ ആളുകളുടെ മുമ്പിൽ വെച്ചാണ് എനിക്ക് ദാനം ചെയ്തത്. ഇന്ന് എനിക്കറിയാം, എനിക്ക് നന്ദിയുണ്ട് അവരോടല്ല. പക്ഷെ അവരെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ്. ദയവീത് ഒരു ദരിദ്രനെ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കരുത്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദരിദ്രരായ സഹോദരങ്ങളെ സഹായിക്കുന്നത് രഹസ്യമായിട്ട് വേണം. അവരുടെ മക്കളെ അപമാനിക്കരുത്. ഈ 2022 എന്ന് നമ്മുടെ ആളുകൾ നന്നാകും. ലോക മനുഷ്യരെക്കാൾ അധമരായ വിശ്വാസികൾ, ഉപദേശിമാർ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ ഒരു കൺവെൻഷന് എന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയ ഒരു നോട്ടീസ് വായനയുണ്ട്. അവിടെ പഴയ തുണികൾ വിതരണം ചെയ്യുന്നു, നാളെ സെൻട്രൽ പാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നു. How mean. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. ഇംഗ്ലീഷിൽ ആ വാക്ക് 3 അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്: സിംപ്ലിസിറ്റി, സിൻസിയറിറ്റി, ലിബറാലിറ്റി. ഏകാഗ്രത എന്ന പദത്തിന് പകരം ഇവിടെ ദാനം എന്ന് പറയുന്നത് പണത്തെ പറ്റിയാണ്. സഹായം എന്ന് പിന്നാലെ പഠിക്കുന്നുണ്ട്. പണം കൊടുക്കുന്നത് ലളിതമായി കൊടുക്കണം, ആത്മാർത്ഥമായി കൊടുക്കണം, ഹൃദയപൂർവം കൊടുക്കണം. ഓർത്തുകൊള്ളുക, നാം ആരെയെങ്കിലും സഹായിക്കുന്നത് നമ്മുടെ ഗുണം കൊണ്ടൊന്നും അല്ല. നമ്മുടെ കയ്യിൽ ദൈവം പൈസ തന്നതുകൊണ്ടാണ്. മറക്കരുത്. നമ്മുടെ കയ്യിൽ തന്നതുകൊണ്ടല്ലേ നാം കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കെന്താ വിശേഷത? ദൈവം എൻ്റെ കയ്യിൽ തന്നു, ഞാൻ കൊടുത്തു. ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നു, നിങ്ങൾ കൊടുത്തു. അപ്പൊ നമുക്കൊരു വിശേഷതയും അവകാശപ്പെടാൻ അർഹതയില്ല. വി ആർ ഓൺലി ട്രസ്റ്റീസ് ആണ്. നമ്മൾ കാര്യസ്ഥന്മാരാണ്. ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ദാനം ചെയ്യുന്നെങ്കിൽ ഏകാഗ്രതയോടെ വേണം, ആത്മാർത്ഥതയോടെ വേണം, ഹൃദയപൂർവമായിരിക്കണം. അത് അങ്ങനെ ആയാൽ അതിനെ കൃപാവരമായി കണക്കാക്കാം. ഇവിടെ ഒരു ചോദ്യം ഉപയോഗിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരിൽ ഒരാളാണ് വാറൻ ബഫേ. ഒരു സമയത്ത് അദ്ദേഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ. ഇപ്പൊ അദ്ദേഹത്തിന് 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ മറ്റോ ഉള്ളൂ. ഫോക്സിൽ അദ്ദേഹം അവരുടെ ലിസ്റ്റിൽ 10 പേരുടെ ഉള്ളിൽ എല്ലാ കൊല്ലവും വരും ഏറ്റവും വലിയ ധനവാന്റെ. അദ്ദേഹം 50 കൊല്ലം മുമ്പ് വാങ്ങിച്ച വീട്ടിലാണ് ഇന്നും താമസിക്കുന്നത്. ഈ എക്കണോമി ക്ലാസ്സിലാണ് അദ്ദേഹം ഇന്നും ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നത്. അദ്ദേഹം ചെറുപ്പക്കാരോട് പറയും, ബ്രാൻഡഡ് ഷർട്ട് മേടിക്കരുത്. നമ്മുടെ ഉപദേശിമാര് വരെ ബ്രാൻഡഡ് ഷർട്ടിന്റെ സൈൻ ഉള്ള ഉടുപ്പ് തപ്പിയെടുത്ത് അതിട്ടുകൊണ്ടാണ് നടക്കുന്നത്. ലൂയി ഫിലിപ്പിന്റെ ഷർട്ട് കിട്ടുമെങ്കിൽ അത് തന്നെ മേടിച്ചിട്ടുകൊണ്ട് നടക്കും. കാര്യം 10 പേര് അറിയണം ഞാൻ ബ്രാൻഡഡ് ഷർട്ടായിട്ടുണ്ട് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ പറയാണ്, ബ്രാൻഡഡ് ഷർട്ട് മേടിക്കരുത്, അത് നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ഇത്ര പറഞ്ഞറിയാമോ? ഇപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ കരുതിയാൽ എന്തോ ഒരു പിശുക്കനാണ്. പക്ഷെ തുടർന്ന് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും
ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുകയാണ്. എന്തിനാണ് ഇത്രയും പറഞ്ഞെന്ന് പറയാം. അപ്പൊ അയാൾ ദാനം ചെയ്യുന്നു. ആ ദാനം കൃപാവരമാണോ? ആ ദാനം കൃപാവരമല്ല. എന്തുകൊണ്ടെന്നാൽ അത് മാനുഷികമായ സ്നേഹത്തിൽ നിന്നോ താല്പര്യത്തിൽ നിന്നോ ഉത്ഭവിക്കുന്നതാണ്. എന്നാൽ ഇവിടുത്തെ ദാനം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. കൃത്യമായി മനസ്സിലാക്കണം. ഇത് കൃപാവരമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് മാനുഷികമായ ഒരു താല്പര്യത്തിൽ നിന്നും ഉണ്ടായതല്ല, എന്നിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നുണ്ടായത്. ഇവിടെയാണ് ഇതിന്റെ വ്യത്യസ്തത മനസ്സിലാകുന്നത്. അടുത്ത പാഠം വായിച്ചാട്ടെ മോളെ. ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. ഉത്സാഹത്തോടെ എന്ന മലയാള പരിഭാഷയിൽ ഒരു വൈകല്യമുണ്ട്. diligently. ഇവിടെ എന്തിനെ കുറിച്ചാണ് ഈ ഭരിക്കുക എന്ന് പറയുന്നത്? സഭാഭരണം അല്ല ഈ ഭരണം. സഭയുടെ പാസ്റ്റർ സഭയുടെ ഭരണകർത്താവല്ല. സഭയുടെ ഇടയനാണ് സഭാ പാസ്റ്റർ. ഇടയൻ ഭരണകർത്താവല്ല. ഉപദേശിമാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ പരിഭവിക്കരുത്, ഞാൻ പുസ്തകം പഠിപ്പിക്കുക. ഭരിക്കാൻ ഉപദേശിക്ക് അവകാശമില്ല. ഭരിക്കുന്നതിനെ ബൈബിൾ വിധിക്കുന്നത് ഒരു നെഗറ്റീവ് സെൻസിലാണ്. പാസ്റ്റർ ഭരിക്കാൻ ആരംഭിച്ചാൽ പത്രോസ് പറയുന്നു, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ട് അല്ല. ഉദാഹരണം പറയാം. ഞാൻ ഇവിടെ കടവന്ത്രയിലാണ് താമസിക്കുന്നത്, എറണാകുളം. ഇതിനു മുമ്പ് ഞാൻ വാടകയ്ക്ക് താമസിച്ചത് പനമ്പള്ളി നഗറിലാണ്. ഇപ്പൊ പനമ്പള്ളി നഗറിൽ എൻ്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വിധവയായ സഹോദരിയും 2 പെൺകുഞ്ഞുങ്ങളുമുണ്ട്. അവരെൻ്റെ കൂട്ടായ്മയിൽ നിരന്തരം വന്നു. അവര് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഒരു ജാക്കോബൈറ്റ്സ് ആണ്. അവരുടെ വീട്ടിൽ മറ്റാരും വിശ്വാസികളില്ല. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം പാസ്റ്ററെ, പക്ഷെ എനിക്ക് ആഭരണം ഊരുന്നതിൽ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. അതിനെ കുറിച്ചൊരു ഡിബേറ്റിനൊന്നും ഞാനിപ്പോൾ ഇല്ല. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ആഭരണം ഇട്ട് സ്നാനപ്പെടുത്തുന്ന എവിടെയെങ്കിലും ചെന്ന് സ്നാനപ്പെട്ടുള്ളൂ, സന്തോഷം, എനിക്ക് ഒരു വിരോധമില്ല. അങ്ങനെ അവരൊരു സ്ഥലത്ത് പോയി സ്നാനപ്പെട്ടു, ഒരു ആൾക്കൂട്ട സഭയിൽ. ഒരു ദിവസം, കുറെ നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഈ സഹോദരി എന്നെ വിളിക്കുക, ഫോൺ ചെയ്യുക, പാസ്റ്ററെ ഞങ്ങളുടെ വീടൊന്ന് പെയിന്റ് ചെയ്യണം, അതിനൊരു ദൈവാലോചന പറയാമോ? ഞാൻ ചോദിച്ചു, അതിനെന്തോ ദൈവാലോചന പറയാനാ? വീട് അഴുക്കായെങ്കിൽ വീട് പെയിന്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. കാരണം അവര് പറഞ്ഞ മറുപടി കേൾക്കണം. ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് പാസ്റ്ററോട് ആലോചന ചോദിക്കണം. തെറ്റ്. നിങ്ങളുടെ വീട്ടിലെ കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആവശ്യത്തിൽ അധികം പ്രാധാന്യം ഒരു ശുശ്രൂഷകനും നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ പാടില്ല. കർത്തൃത്വം നടത്താൻ അവകാശമില്ല. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ഒരു പാസ്റ്ററായിട്ട് തന്നെ ഞാൻ ഇതിനെ പഠിപ്പിക്കും. ഓർത്തുകൊള്ളുക, ആവശ്യത്തിലധികം ഇൻവോൾവ്മെന്റ് ശുശ്രൂഷകന്മാർക്ക് നമ്മുടെ ഭവനങ്ങളിൽ അനുവദിക്കാൻ പുസ്തകം സമ്മതിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ ഭരണം എന്ന് പറയുന്നത്? മനോഹരമായ ഒരു നിർവചനം പീറ്റർ വാഗ്നർ നൽകിയിട്ടുണ്ട്. പീറ്റർ വാഗ്നറുടെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. കുറച്ചൊക്കെ ദുരുപദേശമുണ്ട്, നല്ല കാര്യങ്ങൾ എടുക്കാം. നോക്കുക, ടു സെറ്റ് ഗോൾസ് in accordance with God's purpose for the future and to communicate these goals to others in such a way that they voluntarily and harmoniously work together to accomplish these goals
ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്. ഏകദേശം പരിഭാഷപ്പെടുത്തിയാൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും അത് കൂടെ നിൽക്കുന്നവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരോട് അറിയിക്കുകയും അവർ സ്വയം സഹായിക്കാൻ മുന്നോട്ട് വരുവാൻ പ്രേരിപ്പിക്കുകയും അവരുമായി ഹാർമോണിയസ് ആയി എന്ന് പറഞ്ഞാൽ ഒരേ മനസ്സോടെ വർക്ക് ചെയ്ത് ആ ലക്ഷ്യം സാധിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരുവന്റെ കഴിവിനെയാണ് ഇവിടെ ഭരണം എന്ന് അർത്ഥമാക്കുന്നത്. നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ദൈവഹിത പ്രകാരമാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നിർത്തി കൊണ്ടുപോകാനുള്ള കഴിവിനെയാണ് ഇവിടെ ഭരണം എന്ന് പറയുന്നത്. അല്ലാതെ വാഴുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. വാഴാൻ അനുവാദമില്ല. ഓർത്തിരിക്കുക ഈ പാഠം. ആർക്കും നമ്മുടെ ജീവിതത്തിൽ വാഴാൻ അനുവാദം കൊടുക്കരുത്. ഈ സ്വയംഭൂ സഭകൾ അഥവാ സ്വതന്ത്രന്മാരുടെ സഭകളിൽ ശുശ്രൂഷകന്മാർ വാഴുന്നത് പതിവാണ്. വേറെ ഒരു സ്ഥലത്തും യോഗത്തിന് പോകാൻ അനുവദിക്കത്തില്ല. വേറെ ആരുമായി ബന്ധം സ്ഥാപിക്കാൻ അനുവദിക്കത്തില്ല. വീട്ടിൽ മറ്റൊരു ശുശ്രൂഷകൻ വന്നെന്നറിഞ്ഞാൽ അതിന് ഇഷ്ടക്കേട് കാണിക്കും. ഇതെല്ലാം അപകടകരമായ സൂചനകളാണ്. ഓർത്തിരിക്കുക ഈ പാഠങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ വാഴുവാൻ, ഭരണം നടത്താൻ മറ്റാരെയും അനുവദിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ വാഴേണ്ടത് കർത്താവ് മാത്രമാണ്. ഞാൻ ഇതെല്ലാം വളരെ ബോധപൂർവം പറയാം. എറണാകുളത്ത് ഒരുത്തനുണ്ട്. വേറെ ഏതെങ്കിലും ചർച്ച ചെയ്യുന്ന ഒരാൾ വന്നാൽ അയാളെ പിന്നെ അയാൾ മുക്കും, സ്നാനപ്പെടുത്തും. എന്ത് പ്രമാണമാണ്? ഇതെല്ലാം വാഴ്ചകളാണ്, കർത്തൃത്വങ്ങളാണ്. ഞാൻ ആവർത്തിക്കുന്നു, എൻ്റെ ഇഷ്ടത്തിന് നടത്തേണ്ടതല്ല ദൈവസഭ, വചനാടിസ്ഥാനത്തിൽ നടത്തേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ വാഴാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കീഴ്പ്പെട്ടിരിക്കരുതെന്നല്ല. അങ്ങനെ ധരിക്കരുത്. നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. എബ്രായർ 13:17. എബ്രായർ 13:7 നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ ദൈവദാസന്മാരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷേ അവരെ നമ്മുടെ ജീവിതത്തിൽ വാഴാൻ അനുവദിക്കരുത്. കൃത്യമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അടുത്ത പാഠം. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. എന്തോ യൂസേജ് ആണ് ഇതൊക്കെ. 15ാമത്തെ വരം, കരുണ ചെയ്യുന്നവൻ. എങ്ങനെ ചെയ്യണം? പ്രസന്നതയോടെ, വിത്ത് ചിയർഫുൾനെസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരികയാണ്, പാസ്റ്റർ എനിക്ക് അല്പം ബുദ്ധിമുട്ടാണ്, ഞാൻ വരുന്നത് ശരിയോ തെറ്റോ അത് വേറെ കാര്യം. ഞാൻ വരികയാണ്, PC വർഗീസ് സാറിൻ്റെ അടുത്ത് വരിക, അമേരിക്കക്കാരല്ലേ, കാശൊക്കെ കാണുമെന്ന് വിചാരിച്ചെന്നെ ചെല്ലുക. അപ്പോൾ അച്ഛാ എന്നെ സഹായിക്കണം, പാസ്റ്റർ എന്നെ സഹായിക്കണം. അപ്പോൾ അദ്ദേഹം എനിക്കൊരു 1000 രൂപ തരിക. പക്ഷെ തരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖമൊക്കെ അങ്ങ് വീർത്തിരിക്കുക. ഇവൻ വന്ന് കയറിയല്ലോ, ചോദിച്ചല്ലോ, എങ്ങനെ കൊടുക്കാതിരിക്കും? അത് വരമല്ല. പക്ഷേ എൻ്റെ അടുത്ത് വരുന്നൊരു മനുഷ്യനെ സന്തോഷത്തോടെ, പ്രസന്നതയോടെ, ഓർത്തിരിക്കുക. എനിക്ക് അമേരിക്കയിലുള്ള നമ്മുടെ ആളുകൾ മനസ്സിലാക്കണം, അമേരിക്കയിലുള്ള ദൈവമക്കളോട് ഒത്തിരി ബഹുമാനമുണ്ട് ഒരു ദൈവദാസനായ. കാരണം നമ്മുടെയൊക്കെ ധാരണ ഇവരെല്ലാം മരത്തെ നിന്ന് കുലുക്കി കാശിടുക എന്നാണ്. നമ്മൾ ഇവിടെ അധ്വാനിക്കുന്നതിനേക്കാൾ
കഷ്ടപ്പെടുകയും ടെൻഷൻ അനുഭവിക്കുകയും വല്ലാത്ത പിരിമുറുക്കത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവർ രാത്രി പകലാക്കി കൂടുതലും ലോണും ജീവിതകാലം മുഴുവൻ ലോണിന്റെ ബാധ്യത വലിച്ചു വെച്ച് ദേ ആർ ഓൾവേസ് ഇൻ ഇംഗ്ലീഷുകാരുടെ ഭാഷയിൽ പറഞ്ഞ ഡെറ്റ് ട്രാപ്പാണ്, കടക്കെണിയാണ്. അവിടെ ചെന്നാൽ നമ്മളെ അക്കണിക്കകത്ത് കൊണ്ടിടും. വേഗത്തിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. കരുണ ചെയ്യുന്നത് പ്രസന്നതയോടെ ആയിരിക്കണം. കരുണയുള്ളവൻ പ്രസന്നതയോടെ ആകട്ടെ. അപ്പൊ ഇവിടെ നാം എത്ര കൃപാവരങ്ങൾ പഠിച്ചു? 6 കൃപാവരങ്ങൾ. 7 ഉണ്ട് ഈ വേദഭാഗത്തിൽ. അതിൽ 1 നാം മാറ്റിവെക്കുന്നു, കാരണം അത് ഓൾറെഡി പഠിച്ചതാണ്. 10 ശുശ്രൂഷ, 11 ടീച്ചിങ് ഉപദേശം, 12 പ്രബോധനം, 13 ദാനം ചെയ്യൽ, 14 ഭരണം, 15 കരുണ ചെയ്യുക. അടുത്ത പാഠങ്ങൾ അടുത്ത ക്ലാസ്സിൽ തുടരാം. അടുത്ത ക്ലാസ് കൊണ്ട് തീർക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. 15 പാഠങ്ങൾ കഴിഞ്ഞു. ഇനി 8 കൃപാവരങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. അതിൽ പ്രവചനവരം എന്നത് വിശദമായി അവസാനം പഠിപ്പിച്ച് ഈ ക്ലാസ് പൂർത്തീകരിക്കാനാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. നമുക്കിന്ന് രാത്രി ദൈവത്തോട് പറയാം, കരുണ ചെയ്യാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണേ. പ്രബോധിപ്പിക്കാൻ എന്നെ കാണുന്നവർക്ക്, എന്നോട് ഇടപെടുന്നവർക്ക് they should feel encouraged. താങ്കളെ കണ്ടത് സന്തോഷം, താങ്കളെ കണ്ടപ്പോഴേ എൻ്റെ മനപ്രയാസം മാറി എന്ന് 10 പേര് പറഞ്ഞാൽ അതിനേക്കാൾ ഭാഗ്യം എന്താവുക? MB ബേബി പാസ്റ്ററെ കാണുമ്പോൾ ഒരാൾ പറയണം, പാസ്റ്ററെ താങ്കളെ കണ്ടത് ഒരു അനുഗ്രഹമാണ്. ഓർക്കുക, ഇത് മാനുഷികമായി ലഭിക്കില്ല, ഉയരത്തിൽ നിന്നേ ലഭിക്കുകയുള്ളൂ. കലങ്ങിയ ഒരു ലോകത്ത്, പ്രത്യാശയില്ലാത്ത ഒരു ലോകത്ത്, നാളെ കുറിച്ച് നിശ്ചയമില്ലാത്ത ലോകത്ത്, ഈ എല്ലാം പ്രതിസന്ധിയിലായ ഒരു ലോകത്ത് ഭക്തന്റെ ജീവിതം ജയകരമായി തീരുന്നത്. നോക്കുക, കൊട്ടാരത്തിനകത്ത് പാർക്കുന്ന ആഹാബിന് ഉറക്കമില്ല. എന്നാൽ തടവറയിൽ കിടക്കുന്ന പത്രോസ് സുഖമായി ഉറങ്ങുന്നു. നാളെ തന്നെ കൊല്ലാനാണ് സാധ്യതയെന്ന് അറിഞ്ഞുകൊണ്ട് ആഹാബിന് നാബോത്തിന്റെ മുന്തിരി തോട്ടം കാണുമ്പോൾ ഉറക്കം കെട്ടുപോകുമ്പോൾ, നാളെ പുതയ്ക്കാൻ ഒരു പുതപ്പില്ലാത്ത പൗലോസ് സമാധാനത്തോടെ തടവറയിൽ ഉറങ്ങുന്നു. ഇതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ അതിശ്രേഷ്ഠത. സാഹചര്യങ്ങൾക്കപ്പുറമായ ആനന്ദം തരുന്ന, സാഹചര്യങ്ങൾക്കപ്പുറമായ സമാധാനം തരുന്ന, സാഹചര്യങ്ങൾക്കപ്പുറമായി ശാന്തത നൽകുന്ന, അസാധാരണമായ ദൈവികമായ ഉന്നതമായ മഹനീയമായ ഈ മാർഗത്തിൽ വരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. ഈ